ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രം കേരളത്തിൽ മാത്രം നെഗറ്റീവ് അഭിപ്രായവും ബാക്കി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ GCC ഓവർസീസ് രാജ്യങ്ങളിലും എല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഓപ്പണിംഗ് കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ്. അതായത് 294 കോടി രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത്. കേരളത്തിലും 2024 ഏറ്റവും മികച്ച റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 6,35,00,000 രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തെയാണ് പുഷ്പ 2 നിലവിൽ മറികടന്നിരിക്കുന്നത്. ടർബോയുടെ കളക്ഷൻ 6,15,00,000 രൂപയായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന്റെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ആദ്യ ദിവസം ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 77,15,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. കർണാടക കളക്ഷനായി ആദ്യ ദിവസം 16,60,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 11,20,00,000 സ്വന്തമാക്കിയ സിനിമ കേരള കളക്ഷനായി 6,35,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 79,50,00,000 രൂപയുമാണ് സ്വന്തമാക്കിയത്. ഓവർസീസ് കളക്ഷനായി $7.80 മില്യൺ ഈ സിനിമ കളക്ട് ചെയ്തത്, അതായത് 66 കോടി രൂപ. അങ്ങനെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 256,80,00,000 രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയത്. അപ്പോൾ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടായാലും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടായാലും ഈ സിനിമ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷൻ തന്നെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി പുഷ്പ 2 രണ്ടാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ നിലവിൽ ഈ മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 1,00,000 മുകളിൽ ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും സിനിമ വമ്പൻ കളക്ഷൻ തന്നെ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്നും ഈ ചിത്രം ഹിന്ദി ബെൽറ്റിൽ വമ്പൻ ബുക്കിംഗ് ആണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ വരുന്ന ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്നും 65-70 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ചിത്രത്തിനുണ്ടായ നെഗറ്റീവുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും ഈ സിനിമ 2-2.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 8.5-9 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 110 കോടിക്ക് മുകളിലാണ്. 35-40 കോടി റേഞ്ചിലാണ് ഇന്ന് ഈ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 150 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 400-450 കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. വിജയ് സേതുപതി നായകനായി നിതിൻ സ്വാമിനാഥൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 14 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മഹാരാജ. ഈ ചിത്രം നവംബർ 29 ചൈനയിൽ റിലീസ് ചെയ്തിരുന്നു. ചൈനയിൽ നിന്ന് ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 45 കോടി രൂപയാണ് ഈ സിനിമ ചൈന കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 20 കോടി പഠിച്ചിട്ടുള്ള ഈ സിനിമ നേരത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 110 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ നിലവിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 155 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്ത് നവംബർ 14 തിയേറ്ററിൽ പരാജയമേറ്റ് വാങ്ങിയ സിനിമയാണ് കങ്കുവ. ഏകദേശം 300 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 106 കോടി രൂപയായിരുന്നു ഫൈനൽ കളക്ഷനായി കളക്ട് ചെയ്തത്. തിയേറ്ററിൽ 26 ദിവസം പൂർത്തിയാക്കിയ ഈ സിനിമയുടെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ഡിസംബർ 7 ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് ആമസോൺ പ്രൈം വഴി ഈ സിനിമയുടെ OTT റിലീസിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ദുൽഖർ സൽമാൻ നായകനായി വെങ്കിയല്ലൂർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ലക്കി ഭാസ്കർ ആദ്യ 28 ദിവസം തിയേറ്ററിൽ പ്രദർശനം നടത്തി 29ാം ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യപ്പെടുകയായിരുന്നു. ദുൽഖർ സൽമാന്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം കൂടിയായി മാറിയ ഈ സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരുന്നത്. നെറ്റ്ഫ്ലിക്സിന് നമ്പർ 1 ട്രെൻഡിംഗ് കാണിക്കുന്ന ഈ സിനിമ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി 21,55,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.